പാലക്കാട് വാണിയംകുളത്ത് നിത്യേന ഉപയോഗിക്കുന്ന പറളശ്ശേരിക്കുളം സാമൂഹ്യ വിരുദ്ധർ മലിനപ്പെടുത്തിയ നിലയിലാണ്. രാസമിശ്രിതം കലർത്തി കുളത്തിലെ മീനുകളെ വലയിട്ട് പിടിച്ച് വിൽപ്പന നടത്തിയതായും പരാതിയുണ്ട്. ലേലം ചെയ്യാനായി വളർത്തിയിരുന്ന 5 ലക്ഷത്തോളം വില കണക്കാക്കുന്ന മീനുകളെയാണ് സാമൂഹ്യ വിരുദ്ധർ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ പിടിച്ചുകൊണ്ടുപോയത്. നാട്ടുകാർക്ക് ആശ്രയമായിരുന്ന കുളത്തിലെ വെള്ളം ഇപ്പോൾ ദുർഗന്ധം മൂലം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. കുളം കലക്കി മീൻ പിടിക്കാറുണ്ടെന്ന് വിമർശനാത്മകമായി പൊതുവെ പറയാറുണ്ട്. അത്തരത്തിലൊരു പ്രവൃത്തിയാണ് വാണിയംകുളം പഞ്ചായത്തിലെ പറളിശ്ശേരി കുളത്തിൽ സാമൂഹിക വിരുദ്ധർ ചേർന്ന് നടത്തിയിട്ടുള്ളത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 12ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മനിശ്ശേരി പറളശ്ശേരി കുളത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായാണ് രാസവസ്തുക്കൾ കലർത്തി മീനുകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയത്. ഫിഷറീസ് വകുപ്പ് 2 തവണകളായി കുളത്തിൽ കൊണ്ടുവന്നിട്ട കാർപ്പ്, വരാൽ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് പിടിച്ചുകൊണ്ടുപോയത്. ലേലം ചെയ്യാൻ 5 ലക്ഷത്തോളം രൂപ വില കിട്ടുമായിരുന്ന മീനുകളാണ് നഷ്ടപ്പെട്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ. കടുത്ത വേനലിൽ 100 കണക്കിന് പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന കുളം മലിനപ്പെടുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ പറഞ്ഞു. 100 കണക്കിന് ആളുകൾ കുളിക്കുന്നതും അതുപോലെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ് പറളശ്ശേരിക്കുളം. ആ പറളശ്ശേരിക്കുളത്തെയാണ് ഇങ്ങനെ ഈ നല്ല കടുത്ത വേനലിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരായി ശക്തമായി നടപടിയെടുക്കുന്നതിന് വേണ്ടി ഒറ്റപ്പാലം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. വാണിയംകുളം പഞ്ചായത്തും കർശന നടപടി ഈ വിഷയത്തിൽ എടുക്കും. ദുർഗന്ധം വമിച്ച കുളത്തിലെ വെള്ളം ഉപയോഗശൂന്യമായ അവസ്ഥയാണ്. മീൻ പിടിക്കാനായി ഉപയോഗിച്ച വലകൾ ഉൾപ്പെടെ കുളത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ്. സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടി വേണമെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുളത്തിലെ വെള്ളം ഉപയോഗശൂന്യമായ സാഹചര്യത്തിൽ ജലപരിശോധന നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് വളരെയധികം ആശയക്കുഴപ്പമുണ്ട്. അത് കൃത്യമായി ഇതിൻ്റെ വെള്ളം പരിശോധിച്ച് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം തീർത്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 100 കണക്കിന് ആളുകൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന കുളത്തിൽ രാസമിശ്രിതം കലക്കിയതിനെതിരെ ജനരോഷം ശക്തമാണ്. ഇതിനെതിരെ തക്കതായ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.